ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ മുട്ടൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് വീതം നമ്മുടെ ബ്ലാക്ക് റൈസിന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാധാ ഉണക്കമുന്തിരി, ഇതിലേക്കൊരു കട്ട് ചെയ്ത് വെച്ച 1/4 കപ്പ് ചെറിയും കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തുട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 1/4 കപ്പിലധികം ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് 1 മണിക്കൂറൊന്ന് സോക്ക് ചെയ്താനായിട്ടും മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാരമൽ സോസാണ് നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഡാർക്ക് കളറായി തന്നെ നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തണുത്തിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലുള്ള പ്ലം കേക്കാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലോർ അരിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലൂടെ നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തരിച്ചിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോർ വേറൊരു ബൗളിലേക്ക് ആദ്യം ഒന്ന് അരിച്ചു മാറ്റി വെച്ചിട്ട് ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്താലും മതി, നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ വീതം നമ്മുടെ ചുക്ക് പൊടി ഉണ്ടല്ലോ അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ, നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ. ഇനി ഇതൊരു ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കൊരു 45 മുതൽ 50 മിനിറ്റ് വരെയൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബ്ലാക്ക് റൈസിനും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട ശേഷം ഒരു 45 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ബേക്കായി വന്നിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റായി നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് കുറച്ച് ഹൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 6 ഇഞ്ചിൻ്റെ പാനിലൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിലുള്ള കേക്ക് കിട്ടും. നമുക്ക് തണുത്ത ശേഷം ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.